കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മിഷൻ 7 കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആ നല്ല അവസരങ്ങൾ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സേവനവും നിങ്ങളുടെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്താവിഷയം സംസാര വരങ്ങളെയും സ്വാധീനത്തെയും ഉത്തരവാദിത്തോട് ഉപയോഗിക്കുക. സംസാര വരങ്ങളെയും സ്വാധീനത്തെയും ഉത്തരവാദിത്തോട് ഉപയോഗിക്കുക. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഈ പ്രഭാത ജാഗരണം. നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വേദഭാഗം കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. കൊലോസ്യർ 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വിധം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുന്നതാകട്ടെ. നമുക്കെല്ലാവർക്കും വരങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവം. പ്രത്യേകിച്ച് ദൈവം ചലഭമായിട്ടല്ല നമുക്ക് താലന്ത് നൽകിയിരിക്കുന്നത്. കാരണം സകലവും അറിയുന്നവർ ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ നിരൂപണങ്ങൾ എല്ലാം അറിയുന്നവർ ദൈവമുണ്ട്. മാത്രമല്ല ഓരോരുത്തരെയും പരിചയമുള്ളവനാണ് നമ്മുടെ ദൈവം. ഓരോ വ്യക്തിക്കും അവളുടെ പ്രവൃത്തി നൽകിയിരിക്കുന്നു. മാത്രമല്ല അവിടുന്ന് അധികം നൽകിയ ഒരു വ്യക്തി അതിൽ പ്രശംസിക്കരുത്. ദൈവം നൽകിയ താലന്തുകള്, ദൈവം നൽകിയതായ വരങ്ങള് അല്ല അധികം നമുക്കൊരു പക്ഷെ ലഭിച്ചെന്ന് വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രശംസിക്കരുത്. കാരണം അവർ കൈവശം വച്ചിരിക്കുന്നത് അവരുടെ സ്വന്തമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വരങ്ങളൊന്നും നമ്മുടെ സ്വന്തമല്ല, ദൈവം നൽകിയതായ ദാനമാണ്. ഈ ദാനത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും എൻ്റേതാണ് എന്ന് പറഞ്ഞ് നാം എന്ത് ചെയ്യരുത്, പ്രശംസിക്കരുത്. അത് അപകടത്തിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത് അവർക്ക് ഒരു പരീക്ഷണം എന്ന വിധം വായ്പ നൽകപ്പെട്ടത് മാത്രമാണ്. നമുക്ക് ലഭിച്ചതായ താലന്തുകൾ നാം എത്രമാത്രം വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ വരങ്ങൾ എത്രമാത്രം എങ്ങനെ വിനിയോഗിക്കുന്നു, അതിന് ദൈവം നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ ഞാൻ കൊള്ളാകുന്നവനായി തീരുന്നത് എന്നുകൂടെ ദൈവം മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന താലന്തുകള്, നമുക്ക് ലഭിക്കുന്ന ഈ വരങ്ങള് നമ്മുടെ സ്വന്തം കഴിവല്ല, പിന്നെയോ ദൈവം തരുന്ന ദാനമാണ്. അതിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. ചിലപ്പോൾ ഒന്നിലധികം വരങ്ങൾ നമുക്ക് ലഭിക്കാം, പക്ഷെ നമ്മൾ അതിൽ ഒരിക്കലും പ്രശംസിക്കരുത്. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ പരീക്ഷണം എന്ന വിധം വായ്പ നൽകപ്പെട്ടത് മാത്രമാണ്. നൽകപ്പെട്ടത് അധികമാകും തോറും തിരിച്ചടവും നമുക്ക് അധികമാകും. നമുക്ക് എത്രത്തോളമാണോ നൽകപ്പെട്ടത് അധികമായാൽ തിരിച്ചടവും അധികമാകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു. അപ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ലഭിച്ച വരങ്ങൾ നാം എന്ത് ചെയ്യണം, വിനിയോഗിക്കണം. ഇതിലുപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ വരങ്ങളെക്കാളും അനുഗ്രഹമാണ് നമ്മുടെ സംസാരശേഷി. നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളെക്കാൾ ഏറ്റവും ഉപരി എന്താണെന്നറിയാമോ, നമ്മുടെ സംസാരശേഷി. ഒരാളുടെ നമ്മുടെ സ്വാധീനം, ഒരാളെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള സംസാരം എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. ഈ സ്വാധീനം ചെലുത്തുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം കർത്താവായ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ മനുഷ്യരോടും സംസാരിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഒരു വ്യക്തിയെ, ജനസമൂഹത്തെ സ്വാധീനിക്കുന്ന പോലെയായിരുന്നു. ആ സ്വാധീനം എന്നതിൽ ലോകത്തിൽ അത് ഏറ്റവും ഒരു അനുഗ്രഹമായി മാറി. ഇതുപോലെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടുന്ന വിധം അതിനെ വെളിപ്പെടുത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അല്ലെങ്കിൽ വരങ്ങൾ നാം വിനിയോഗിക്കുകയാണെങ്കിൽ 100% ഫലത്തായിത്തീരും. ഒന്നാമത് നമ്മുടെ സംസാര ശേഷി. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം എപ്പോഴും പൗലോസ് ഉപ്പിനാൽ രുചി വരുത്തിയത് തന്നെയായിരിക്കും. ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനും കഴിയും, ഒരാളെ നമുക്ക് നേരെയാക്കുവാനും സാധിക്കും.
അതാണ് ഞാൻ ശലോമോൻ പറഞ്ഞത്, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഒരു മനുഷ്യനെ നമ്മുടെ വാക്കുകൊണ്ട് കൊല്ലുവാനും കഴിയും, പക്ഷെ ഒരു വാക്കുകൊണ്ട് മനുഷ്യനെ നമുക്ക് ജീവിപ്പിക്കാനും കഴിയും. ഈ സംസാരശേഷി ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നതായിരിക്കണം. ഈ സ്വാധീന ശക്തി ആയിരുന്ന വരുന്നത്? ദൈവത്തിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അത് ദൈവത്തിന്റെ വരമാണ്. അത് നമ്മൾ ഒരിക്കലും പ്രശംസിക്കരുത്. അതിനേക്കാൾ ഉപരിയായി നമ്മൾ ചിന്തിക്കുന്നത്, അതിനെക്കൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് ലഭിക്കുന്നതായ സംസാരശേഷി പ്രസംഗത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ ആളുകൾ സ്വാധീനിക്കുമ്പോൾ ആളുകൾ നമ്മെ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുകയും ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയും നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ താല്പര്യപ്പെടുകയും ചെയ്യും. പക്ഷെ ഇതിൽ നമ്മൾ ഒരിക്കലും പ്രശംസിക്കരുത്. കർത്താവാണ് അതിലൂടെ നമ്മെ എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. ഈ സ്വാധീനം ദൈവത്തിന്റെ വരമാണ്. അത് എനിക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. ഇത് നാം പ്രായോഗിക തലത്തിൽ നാം വരുത്തുകയാണെങ്കിൽ നമുക്ക് ധാരാളം ആത്മാക്കളെ നേടുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ വാക്ക് എപ്പോഴും ഇമ്പകരമായതും, അതുപോലെ ഈ പറഞ്ഞതുപോലെ സ്വാധീനമുള്ളതും, മാത്രമല്ല നർമ്മണമുള്ളതും, ഏറ്റവും സൗരഭ്യമുള്ളതുമായി തീരണം എന്ന് വചനത്തിലൂടെ മനസ്സിലാക്കും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നോട്ടങ്ങളെല്ലാം ദൈവം നൽകുന്ന താലം, ഇതെല്ലാം സ്വാധീനത ഉണ്ടാകണം. ഈ സ്വാധീനത ഞാൻ ഒരിക്കലും പറയട്ടെ, നർമ്മണം നിറഞ്ഞതായിരിക്കണം. അങ്ങനെ ആ വരങ്ങളുമായി നമുക്ക് ആത്മാക്കളെ നേടാം, നമുക്ക് സംസാരിക്കാം, സ്വാധീനത്തിൽ ആളുകളെ കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ കണ്ണടയ്ക്കാം. പ്രാർത്ഥന മുമ്പായി ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ ദൈവദാസന്മാർ സന്നദ്ധരാണ്. ഇപ്പോൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധ വാഴ്ത്തപ്പെടുന്ന നല്ല ദൈവമേ, ഈ മനോഹരമായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതായ ദൈവത്തിൻ്റെ വചനം, ദൈവം നൽകിയതായ വരങ്ങൾ, അത് സ്വാധീനത്തിൻ്റെ വാക്കുകളായി തീരുവാനും, ആത്മനേട്ടത്തിൻ്റെ വാക്കുകളായി തീരുവാനും, അതൊരു നർമ്മണം ചൊരിയുന്നതുമായി തീരുവാനും, സൗരഭ്യവാസനയായി തീരുന്നതുമായിരിക്കണം എന്ന് ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ വാക്കുകൾ എപ്പോഴും അനുഗ്രഹമായി തീരുവാൻ, അത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, നാട്ടിൽ, വീട്ടിൽ, സ്വന്തം ജനങ്ങൾക്കും സഭയിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ വരം ഉപയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വരം ദൈവം നൽകുന്ന ദാനമാണ്. അതിൽ പ്രശംസിക്കാതെ പ്രാർത്ഥനയോടുകൂടെ ഈ വരങ്ങൾ വിനയിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.